നമസ്കാരം. ഇറാനിലെ സൈനിക ഇടപെടലുകൾക്ക് പിന്നാലെ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ക്യൂബയാണ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ തുറന്ന പ്രഖ്യാപനം ലോകത്തെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ സൈനിക നീക്കത്തിനുള്ള പെന്റഗണിന്റെ രഹസ്യ തയ്യാറെടുപ്പുകൾ കൂടി പുറത്തു വന്നതോടുകൂടി കരീബിയൻ തീരം വീണ്ടും കലുഷിതമാവുകയാണ്. ഇറാനിലെ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ ക്യൂബയിലേക്ക് തിരിഞ്ഞേക്കാം എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്യൂബയ്ക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളും ഊർജ്ജ വിലക്കുകളും അമേരിക്ക ശക്തമാക്കുന്നതിനിടയിലാണ് സൈനികാക്രമണത്തിന്റെ സൂചനകൾ കൂടി പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡിയാസ് കനാൽ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നു. തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ അമേരിക്കയുടെ ഏത് സൈനിക നീക്കത്തെയും ചെറുക്കാൻ ക്യൂബ പൂർണ്ണ സജ്ജമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ വിദേശ നയങ്ങളിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിട്ടാണ് ക്യൂബയ്ക്ക് നേരെയുള്ള ഈ ഭീഷണി വിലയിരുത്തപ്പെടുന്നത്. അടുത്തിടെ ഫ്ലോറിഡയിലെ മിയാമിയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഉച്ചകോടിയിലാണ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയ്ക്കെതിരെയുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അടുത്തത് ക്യൂബയാണ്. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നാൽ അടുത്തത് ക്യൂബ തന്നെയാണ്. ഇതാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ വർഷം ജനുവരിയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങൾക്കും ഇറാനിൽ തുടരുന്ന അമേരിക്കൻ ആക്രമണങ്ങൾക്കും പിന്നാലെയാണ് ക്യൂബയെ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് ലോകത്തെ അമ്പരപ്പിച്ചത്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ക്യൂബയെ ഏറ്റെടുക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ക്യൂബയ്ക്കെതിരെ സൈനിക നീക്കങ്ങൾക്കായി രഹസ്യമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്യൂബൻ ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മയക്കുമരുന്ന് കടത്ത്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ ആരോപിച്ചുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കാനും വെനസ്വേലയിൽ നടത്തിയതുപോലെയുള്ള ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ക്യൂബൻ നേതൃത്വത്തെ പിടികൂടാനുമാണ് അമേരിക്കൻ നീക്കം എന്ന് സൂചനയുണ്ടായിരുന്നു. ട്രംപിന്റെ പ്രസ്താവനകൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ക്യൂബ പ്രതികരിച്ചത്. അമേരിക്കൻ സൈനികാക്രമണത്തെ നേരിടാൻ തങ്ങൾ സജ്ജമാണ് എന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡിയാസ് കനാൽ വ്യക്തമാക്കുകയും ചെയ്തു. ക്യൂബ ഒരു പരാജയപ്പെട്ട രാജ്യമല്ല, മറിച്ച് ഉപരോധങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ്. സാമ്പത്തിക യുദ്ധവും ഇന്ധന വിലക്കുമടക്കം പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുമ്പോഴും കീഴടങ്ങാൻ തയ്യാറാകാത്ത രാജ്യമാണ് ക്യൂബ. ഇതായിരുന്നു അദ്ദേഹം UP പ്രസിഡന്റിനുള്ള മറുപടിയായി പറഞ്ഞത്. ക്യൂബൻ വിപ്ലവത്തിന് ശേഷം 1961 ഏപ്രിൽ 16 ഫിദൽ കാസ്ട്രോ ക്യൂബയെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി പ്രഖ്യാപിച്ചതിന്റെ 65ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രസിഡന്റ് ഈ പ്രസ്താവന നടത്തിയത്. 1961 ബേ ഓഫ് പിഗ്സ് ആക്രമണകാലത്ത് ക്യൂബൻ ജനത കാണിച്ച അതേ ഐക്യവും പോരാട്ട വീര്യവും ഈ പ്രതിസന്ധി ഘട്ടത്തിലും ആവശ്യമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ട്രംപിന്റെ പ്രസ്താവനകൾ ക്യൂബൻ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് കൂട്ടിച്ചേർത്തിരുന്നു. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ശത്രുതയുടെ വേരുകൾ കിടക്കുന്നത് 1959 ഫിദൽ കാസ്ട്രോയുടെയും ചെഗുവേരയുടെയും നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ ക്യൂബൻ വിപ്ലവത്തിലാണ്. വിപ്ലവത്തിന് മുൻപ് അമേരിക്കൻ സർക്കാരിന്റെയും കോർപ്പറേറ്റുകളുടെയും പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ക്യൂബ. അമേരിക്കൻ പാവ ഭരണാധികാരിയായിരുന്ന ഫുൾജെൻസിയോ ബാറ്റിസ്റ്റയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് കാസ്ട്രോ ക്യൂബയുടെ ഭരണം പിടിച്ചെടുത്തത്. അധികാരത്തിലെത്തിയ കാസ്ട്രോ ക്യൂബയിലുണ്ടായിരുന്ന അമേരിക്കൻ കമ്പനികളെയും സ്വത്തുക്കളെയും ദേശസൽക്കരിച്ചു. ഇതിൽ പ്രകോപിതരായ അമേരിക്ക 1960 ക്യൂബയ്ക്ക് മേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തി. ഇത് അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ശത്രുതയുടെ തുടക്കമായിരുന്നു. കാസ്ട്രോ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാര സംഘടനയായ CIA ക്യൂബയിൽ നിന്നും പലായനം ചെയ്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സായുധ സേനയെ പരിശീലിപ്പിക്കുകയും 1961 ഏപ്രിൽ മാസത്തിൽ ക്യൂബയിലെ ബേ ഓഫ് പിഗ്സ് തീരത്ത് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ക്യൂബൻ സൈന്യം ഈ ആക്രമണത്തെ പരാജയപ്പെടുത്തി. ഇത് അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ ക്യൂബ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടി. 1962 സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ ആണവ മിസൈലുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയതോടുകൂടി ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെയും ആണവ യുദ്ധത്തിന്റെയും വക്കിലെത്തുകയും ചെയ്തു. ഒടുവിൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നയതന്ത്ര ഇടപെടലിലൂടെയാണ് പ്രതിസന്ധി പരിഹരിച്ചത്.
ക്യൂബയെ ആക്രമിക്കില്ല എന്ന് അമേരിക്ക അന്ന് ഉറപ്പു നൽകിയിരുന്നു. തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ കാസ്ട്രോയെ വധിക്കാൻ CIA 100 തവണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം തന്നെ പരാജയപ്പെട്ടു. ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ക്യൂബയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അമേരിക്കൻ എംബസി ഹവാനയിൽ വീണ്ടും തുറക്കുകയും ഉപരോധങ്ങളിൽ ചില ഇളവുകൾ വരുത്തുകയും ചെയ്തു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഒബാമയുടെ നയങ്ങൾ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചുകൊണ്ട് ക്യൂബയ്ക്ക് മേൽ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ട്രംപിന്റെ പുതിയ യുദ്ധ പ്രഖ്യാപനത്തിനെതിരെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ക്യൂബയെ ആക്രമിക്കുന്നതിൽ നിന്നും ട്രംപിനെ തടയാനായി ടീം കെയ്ൻ, ആദം ഷീഫ് തുടങ്ങിയ ഡെമോക്രാറ്റിക് സെനറ്റർമാർ പുതിയ വാർ പവേഴ്സ് റെസല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ ഭീതിയിലായിരിക്കുമ്പോഴാണ് സമാധാനപരമായി നിലകൊള്ളുന്ന ക്യൂബയ്ക്ക് നേരെ അമേരിക്കൻ ഭരണകൂടം വീണ്ടും യുദ്ധകാഹളം മുഴക്കുന്നത്. കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലമായി അമേരിക്കയുടെ കൊടിയ ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച ചരിത്രമാണ് ക്യൂബയുടേത്. സ്വന്തം ജനതയുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുന്നതിൽ ലോകത്തിന്റെ മാതൃകയായ ഒരു രാജ്യത്തെ സൈനിക ശക്തിയുടെയും സാമ്പത്തിക ഉപരോധത്തിന്റെയും ബലത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമായി തന്നെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഇറാൻ യുദ്ധത്തിന് ശേഷം ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറാകുമോ, അതോ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വെറും പ്രസ്താവനകൾ മാത്രമായി ഇത് ഒതുങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജനങ്ങളെ സജ്ജരാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഏത് സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങളെയും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ക്യൂബ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു.